ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഒരു സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം ആ സിസ്റ്റത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം ഈസ് യൂസ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതിക്കൂടെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓർ യു ക്യാൻ റൈറ്റ് Q ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെൽറ്റ ടി. Q ഈസ് ഈക്വൽ ടു C ഡെൽറ്റ ടി. ദിസ് C ഈസ് കോൾഡ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. ഈ ടേം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം, ഹീറ്റ് കപ്പാസിറ്റി. ആ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാം. നോക്കി നോക്കൂ. ഈ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കൂ. അതായത് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തപ്പോൾ സിസ്റ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ക്യാൻ ബി ടേക്കൺ ആസ് 1. ദെൻ Q ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? C ആവും. അതായത് ഹീറ്റ് കപ്പാസിറ്റി. സോ ഹീറ്റ് കപ്പാസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? റിക്വയർഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ദറ്റ് ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. ഈ ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതായത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി 1 മോൾ ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ എന്ത് വിളിക്കാം? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് യൂസ് ഫോർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ 1 കിലോഗ്രാം ആയിട്ട് എടുക്കാം. യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂഷ്വലി സ്മോൾ c എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ c ആണെങ്കിൽ ഓരോ സബ്സ്റ്റൻസിൻ്റെയും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വാട്ടറിൻ്റെ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും, അയണിന് വേറെ ഒന്നായിരിക്കും, കോപ്പറിന് വേറെ ഒന്നായിരിക്കും. സോ എന്തായി കഴിഞ്ഞാലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ c. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ഗിവൺ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. സോ Q ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ ഹീറ്റ് കപ്പാസിറ്റിക്ക് പകരം നമുക്ക് സ്മോൾ m ഇൻറ്റു C ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. വെയർ ദിസ് C ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് m ഈസ് ദ ഗിവൺ മാസ് ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഈ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫോർ ദ സെയിം സബ്സ്റ്റൻസ് at constant pressure and constant volume. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റിയെ നമുക്ക് CP എന്ന് എഴുതാം. കോൺസ്റ്റൻറ്റ് വോള്യത്തിലുള്ളതിനെ എന്തെഴുതാം? CV എന്ന് എഴുതാം. ഇനി നമുക്കറിയാം at constant pressure the quantity of heat absorbed can be written like this. QP is the quantity of heat absorbed at constant pressure. Q is equal to C delta T ആണ്. അങ്ങനെയാണെങ്കിൽ QP ഈക്വൽ ടു എന്തായിരിക്കും? CP ഡെൽറ്റ ടി ആയിരിക്കും. CP ഡെൽറ്റ ടി. ലൈക്ക് ദാറ്റ് QV ഈസ് ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് CV ഡെൽറ്റ ടി. ദിസ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ദിസ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. ഇനി നിങ്ങൾക്കറിയാം QP ഈസ് ഈക്വൽ ടു ഡെൽറ്റ H ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. QV ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്തു? ഡെൽറ്റ U ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി എഗെയിൻ നിങ്ങൾക്കറിയാം നമ്മൾ എഴുതി H ഈസ് ഈക്വൽ ടു U പ്ലസ് PV എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ.
H is equal to U plus PV. Then delta H is equal to delta U plus delta PV എന്ന് എഴുതാം. And we know that PV is equal to nRT for an ideal gas. So if you take 1 mole of an ideal gas, for 1 mole of ideal gas PV is equal to RT alle. Then instead of PV you can write RT for 1 mole of an ideal gas. So delta H is equal to delta U plus delta RT എന്ന് എഴുതിക്കൂടെ. ഇനി ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യു പി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി. സോ ദിസ് ഈസ് സി പി ഡെൽറ്റ ടി. ലൈക്ക് ദാറ്റ് ഡെൽറ്റ യുവിന് പകരം നമുക്ക് എന്ത് എഴുതാം? സി വി ഡെൽറ്റ ടി പ്ലസ് ആർ എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതൊരിക്കലും ചേഞ്ച് വരില്ല. അപ്പോൾ അതിന് ഡെൽറ്റയുടെ പുറത്തേക്ക് എഴുതാം ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്നതിനെ മാറ്റി എഴുതാം നമുക്ക്. നോക്കൂ, ഇതിലെല്ലാറ്റിലും ത്രൂ ഔട്ട് ഡെൽറ്റ ടി ഉണ്ട്, നമുക്ക് ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് റിമെയിൻസ് ഈസ് സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ ഓർ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ, that is universal gas constant. Heat capacity at constant pressure minus heat capacity at constant volume equal to universal gas constant. അപ്പോൾ കുറേ റിലേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട് തെർമോഡൈനാമിക്സിൽ, മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഹീറ്റ് കപ്പാസിറ്റി ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി, ക്യു പി ഈക്വൽ ടു സി പി ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതുപോലെ കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ മാറ്റി എഴുതി. ഇനി ക്യു പിയും ക്യു വി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവുമാണ്. പിന്നെ നമ്മൾ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ കൊണ്ടുവന്നു. എൻതാൽപ്പി നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കാണാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി എന്ന് നമ്മൾ എഴുതി. ഇനി ഈ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന് നമുക്കറിയാം. ഫോർ 1 mole പി വി ഈക്വൽ ടു ആർ ടി ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ യുവിൻ്റെയും വാല്യൂ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാറ്റിലും ടി കോമൺ ആയിട്ട് വന്നു, ക്യാൻസൽ ചെയ്തു. ദെൻ സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ, സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഈ റിലേഷൻ നന്നായിട്ട് പഠിക്കുക. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഈ ഇതിൽ നിന്നും നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് വോള്യം ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ചേഞ്ച് ഇൻ എൻതാൽപ്പിയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? എക്സ്പെരിമെൻ്റലി നമുക്കതെങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. ഈ ഡെൽറ്റ എച്ചും ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി രണ്ടും എനർജിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് കലോറിമീറ്റർ. അപ്പോൾ കലോറിമെട്രിക്കലി ആണ് ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ യുവിൻ്റെയും വാല്യൂ മെഷർ ചെയ്യുന്നത്. ഇതിൽ ഡെൽറ്റ എച്ച് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സോ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്താലാണ് എൻതാൽപ്പി ചേഞ്ച്. അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? കലോറിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വെസലാണ്. അത് ഏതെങ്കിലും ഒരു ബാത്തിൽ, വാട്ടർ ബാത്തോ ഓയിൽ ബാത്തോ ഏതിലെങ്കിലും അത് നമ്മൾ ഡിപ്പ് ചെയ്ത് വയ്ക്കും അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്നിട്ട് നമ്മുടെ റിയാക്റ്റൻസ് ഉള്ളത് ഈ കലോറിമീറ്ററിൻ്റെ ഉള്ളിൽ കോപ്പർ കൊണ്ടായിരിക്കാം, സ്റ്റീൽ കൊണ്ടായിരിക്കാം, എന്തായാലും അതിനുള്ളിൽ വെക്കുന്നു, അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നൊരു റിയാക്ഷനാണെന്ന് വിചാരിക്കൂ. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഈ വാട്ടർ ബാത്ത് അല്ലെങ്കിൽ ഓയിൽ ബാത്തിലെത്തുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചറും ആഫ്റ്റർ എക്സ്പെരിമെൻറ്റുള്ള ടെമ്പറേച്ചറും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി നമുക്ക് കിട്ടും. ഇനി ആ കലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്കറിയാമെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി പി ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് കിട്ടുന്നു. ദറ്റ് ഈസ് ഡെൽറ്റ എച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ് കലോറിമീറ്റർ ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് എ കോപ്പർ വെസൽ in which the reactants are taken and the reaction is carried out, and this calorimeter is placed in water bath. Note the temperature of the water bath before experiment and after experiment. The difference in temperature will give you the value of delta T.
ഇനി കലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടി അറിയാമെങ്കിൽ അതിന് കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. അതിന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണെന്ന് ടേബിൾ ഉണ്ട്, അതിൽ നോക്കുന്നു. അതിന് കലോറിമീറ്ററിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി പി കിട്ടി. സോ സി പി ഇൻറ്റു ഡെൽറ്റ ടി വിൽ ഗിവ് യു ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച്. ഇൻ ദ സെയിം way we can determine the value of delta U also, but the reaction must be carried out at constant volume. That's the difference. അങ്ങനെ കോൺസ്റ്റൻറ്റ് വോള്യൂം ഉള്ള കലോറിമീറ്റേഴ്സ് ഉണ്ട്. ആ കലോറിമീറ്ററിന് പറയുന്ന പേരാണ് ബോംബ് കലോറിമീറ്റർ. കോൺസ്റ്റൻറ്റ് വോള്യൂം കലോറിമീറ്റർ എന്ന് പറയുന്ന പേരാണ് ബോംബ് കലോറിമീറ്റർ. ഈ കലോറിമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ബൾബ് പോലെ ഒന്നാണ്. അത് ക്ലോസ്ഡ് ആണ്, അതിൻ്റെ ഉള്ളിലാണ് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ വോള്യൂം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ടി വാല്യൂ കിട്ടുന്നു. സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം നോട്ട് ചെയ്യുന്നു. കലോറിമീറ്ററിൻ്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി വിൽ ഗിവ് യു ദ വാല്യൂ ഓഫ് സി വി. ഡെൽറ്റ ടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും മെഷർ ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റ് ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ആണ്. എൻതാൽപ്പി ചേഞ്ച് സിമ്പിൾ അറിയാലോ, ഡെൽറ്റ എച്ച്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ can be written like this, delta HR. This is also called reaction enthalpy. എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി ചേഞ്ച് അക്കമ്പനിയിങ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച്. അതായത് ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ റിയാക്റ്റൻസും മുഴുവനായി റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഓർ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റിയാക്ഷൻ എൻതാൽപ്പി ചോദിച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ all the number of moles of reactants as shown in a balanced chemical equation have completely changed into product, or it is the heat energy change accompanying a reaction. ഇനി ഒരു എൻതാൽപ്പി ചേഞ്ച് നമ്മൾ പറഞ്ഞു കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ല ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു സം ഓഫ് സിഗ്മ എന്ന് എഴുതാം. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ്. ഇതാണ് ആക്ച്വലി എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കാണണമെങ്കിൽ റിയാക്റ്റൻസ് പലപ്പോഴും പല സ്റ്റേറ്റിലായിരിക്കും, പല കണ്ടീഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നമുക്കതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ ആക്കി എടുക്കാം. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് യൂഷ്വലി റിട്ടൺ ലൈക്ക് ദിസ്. മുകളിലൊരു സീറോ ഇടും, ടെക്സ്റ്റിലൊരു ലൈനും കൂടിയും കാണാം അതിൻ്റെ ഉള്ളിൽ. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ വെൻ ഓൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചസ് തന്നെ, പക്ഷേ എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ വരുന്ന എൻതാൽപ്പി ചേഞ്ചിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് മീൻസ് ദ പ്യുവർ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് 1 bar പ്രഷർ ആൻഡ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എത്തനോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ലിക്വിഡ് എത്തനോൾ എപ്പോഴാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്ന് പറയുക? വെൻ ഇറ്റ് ഈസ് അറ്റ് 1 bar പ്രഷർ ആൻഡ് അറ്റ് 278 Kelvin. അപ്പോൾ മിക്കതും 278 പറയും, പക്ഷേ ടെമ്പറേച്ചർ പല സമയത്തും വ്യത്യസ്തമായിരിക്കും. ബട്ട് പ്രഷർ ഈസ് 1 bar.
നമുക്ക് പലതരത്തിലുള്ള എൻതാൽപ്പീസ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ഫേസസ്, ലിക്വിഡ് ഫേസ്, സോളിഡ് ഫേസ്, ഗേഷ്യസ് ഫേസ് ഒക്കെ. അപ്പോൾ ഈ ഓരോ ഫേസും ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന എനർജി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഈസ് യൂഷ്വലി റിട്ടൺ ലൈക്ക് ദിസ്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, if it is in standard state, it is written like this: standard enthalpy of fusion. For example, when ice melts, ice in solid state ആണ്. When it melts, that is water in solid state melts, liquid water is formed. When 1 mole of ice melts to give water, usually 6 kilojoules of heat energy is absorbed per mole of water. So this is the standard enthalpy of fusion of water. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ 1 mole ഓഫ് എ സോളിഡ് മെൽസ് അറ്റ് 1 bar pressure ആൻഡ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഇവിടെ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ എന്ന് പറയാൻ കാരണം ഓരോ സബ്സ്റ്റൻസിൻ്റെയും മെൽട്ടിംഗ് പോയിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് എക്സാമ്പിൾ ഇസ് ദിസ്: 6 kilojoules of heat is absorbed by ice when it changes into water. Clear ആയില്ലേ? ഇനി നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡെൽറ്റ H0 വേപ്പറൈസേഷൻ. Delta H0 vaporization is standard enthalpy of vaporization. It is also called molar enthalpy of vaporization. Standard enthalpy of fusion is also known as molar enthalpy of fusion. എന്താ കാരണം? ഇവിടെ 1 മോളാണ് മെൽറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ 1 mole of a liquid changes into vapor at 1 bar pressure and at a specified temperature. For example, liquid water changes into water vapor. Here the enthalpy of vaporization is equal to 40.7 kilojoules per mole. അപ്പോൾ ഇന്ന് എന്താ മനസ്സിലാവുന്നത്? 1 mole ലിക്വിഡ് വാട്ടർ ഗേഷ്യസ് വാട്ടർ ആവാൻ 40.7 kilojoules ഓഫ് ഹീറ്റ് എനർജി എബ്സോർബ് ചെയ്യുന്നു അറ്റ് 1 bar pressure ആൻഡ് അറ്റ് 373 Kelvin. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ചേഞ്ച് ഫ്രം സോളിഡ് ടു gaseous state. Direct change from solid to gaseous state, that is called sublimation. So the heat energy associated with that is called standard enthalpy of sublimation. Short ആയിട്ട് SUB എന്ന് എഴുതിയാൽ മതി. One example is solid carbon dioxide. This is called dry ice. Solid carbon dioxide is called dry ice. Changes into gaseous carbon dioxide. And during this process, the amount of heat energy required is 25.2 kilojoules per mole. So 25.2 kilojoules of heat energy is absorbed by 1 mole of solid carbon dioxide to change into gaseous carbon dioxide.
So standard enthalpy of sublimation or molar enthalpy of sublimation is the enthalpy change that takes place when 1 mole of a solid directly changes into gaseous state at 1 bar pressure and at a specified temperature. So these are the 3 important phase transformation. വേറെ phase transformations ഒക്കെ വരുന്നുണ്ട്. Allotropic transformations. ഒരു allotropic form വേറൊന്നായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം കാർബണിന് പല allotropic ഫോം ഉണ്ട്. ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളിറീൻ ഉണ്ട്, കാർബൺ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഗ്രാഫൈറ്റ് ചേഞ്ചസ് ഇൻ ടു ഡയമണ്ട് എന്ന് വിചാരിക്കൂ. ഒരു ഇമാജിനറി കണ്ടീഷനാണ്. എന്നിരുന്നാലും ഗ്രാഫൈറ്റ് ഡയമണ്ട് ആയി മാറുന്ന സമയത്ത് എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു, ആ ഹീറ്റ് എനർജി ചേഞ്ചിനെ പറയുന്ന പേരാണ് enthalpy of transformation. അവിടെ one allotropic form changes into another allotropic form. So these are the 3 important phase transformations. Next enthalpy change that we have to study is standard enthalpy of formation. Standard enthalpy of formation is given by the symbol delta H0F ആണ്. Enthalpy of formation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ച്. ഒരു കോമ്പൗണ്ട് 1 മോൾ ഫോം ചെയ്യുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ച്. സോ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ 1 മോൾ ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് ഓൺ എലമെൻറ്റ്സ് ഇൻ ദയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കാം. 1 മോൾ വാട്ടർ ഫോം ചെയ്യുന്നു. വാട്ടർ പലതരത്തിലും ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരെണ്ണം പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു. 1 മോൾ വാട്ടർ ഫോം ചെയ്യാൻ നമുക്കറിയാം 1 മോൾ ഹൈഡ്രജനും 1/2 മോൾ ഓക്സിജനും മതി. റിയാക്ട് ചെയ്ത് 1 മോൾ വാട്ടർ ഫോം ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച് -285.8 കിലോ ജൂൾസ് ആണ്. അതിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. വാട്ടർ യൂഷ്വലി ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. 2H2 + O2 gives 2H2O. ഈ ഹോൾ റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ച് ഇസ് നോട്ട് ടേക്കൺ ആസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ബിക്കോസ് ഹിയർ 2 മോൾസ് ഓഫ് വാട്ടർ ആർ ഫോംഡ്. 1 മോൾ വാട്ടർ ഫോം ചെയ്യുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ചിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുള്ളൂ. അത് കാരണം ഇങ്ങനെ വാട്ടർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ. ക്ലിയർ ആയല്ലോ. ഇനി വാട്ടർ ക്യാൻ ബി ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ്. NaOH ബേസ് റിയാക്ട്സ് വിത്ത് ആസിഡ് HCl forming NaCl salt plus H2O. Here also 1 mole of water is formed, but the enthalpy change that takes place with this reaction is not taken as standard enthalpy of formation of water even though 1 mole of water is formed. Why? Because it is not formed from its own elements. Which are the elements of water? വാട്ടറിൽ ആകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ, ഹൈഡ്രജനും ഓക്സിജനും. ആ ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നും വാട്ടർ ഫോം ചെയ്യുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ചിനെ മാത്രമേ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആവണമെങ്കിൽ 1 മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യണം, അതിൻ്റെ ഓൺ എലമെൻറ്റ്സ് എന്നായിരിക്കണം, അത് എലമെൻറ്റ്സ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ക്ലിയർ ആയല്ലോ? So, it is the enthalpy change that takes place when 1 mole of a compound is formed from its own elements in their standard state. That is called enthalpy of formation. ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കോമ്പൗണ്ടിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് വാല്യൂ ഉണ്ട്. ആ ഫിക്സഡ് വാല്യൂ ഉള്ളൊരു ടേബിളും ഉണ്ട്. അതെന്തിനാണെങ്കിൽ ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എല്ലാ കോമ്പൗണ്ട്സിൻ്റെയും നമുക്കറിയാമെങ്കിൽ ഏത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന, അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏത് റിയാക്ഷൻ നടന്നാലും എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റും. എങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്നും എൻതാൽപ്പി ചേഞ്ച് ഓഫ് എനി റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്?
Enthalpy change of any reaction delta H0 or standard enthalpy change of any reaction is obtained from enthalpy of formation by this relation. എന്താണ് റിലേഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനി എല്ലാ കോമ്പൗണ്ട്സിൻ്റെയും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ടേബിളുണ്ട്. പക്ഷേ ആ ടേബിളിൽ എലമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉണ്ടാവില്ല. കാരണം ഈ എലമെൻറ്റ്സ് പുതിയതായിട്ട് ഫോം ചെയ്യേണ്ടതില്ല, എലമെൻറ്റ്സ് ആസ് സച്ച് ഉണ്ട്. സോ ആർബിറ്റർലി ദെയർ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ആർ ടേക്കൺ ആസ് 0. So standard enthalpy of formation of any element in their standard state can be taken as 0. For hydrogen standard state its enthalpy of formation is 0. That of oxygen is also 0. Carbon ആണെങ്കിൽ കാർബണിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്യാൻ ബി ടേക്കൺ ആസ് 0. അങ്ങനെ ഏത് എലമെൻറ്റ്സിൻ്റെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ഈക്വൽ ടു 0. ഇനി ഒരു റിയാക്ഷൻ, ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് കാണാം. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ ഫോർമുല മതി. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഏതാ? രണ്ട് പ്രൊഡക്റ്റ്, കാൽഷ്യം ഓക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മൈനസ് ദാറ്റ് ഓഫ് റിയാക്റ്റൻറ്റ്. ഒറ്റ റിയാക്റ്റൻ്റേ ഉള്ളൂ. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇതിൻ്റെയൊക്കെ വാല്യൂ ഗിവൺ ആണ്. സോ ഹിയർ നോക്കൂ, ഡെൽറ്റ H0 എഫ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഈസ് -631.5 ആണ്. ദിസ് ഈസ് -393.5. ദിസ് ഈസ് -1206.9 കിലോ ജൂൾസ്. ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ഹീറ്റ് എനർജി ചേഞ്ച് കിട്ടുന്നു. ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദിസ് റിയാക്ഷൻ 178.3 കിലോ ജൂൾസ് പെർ മോളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പല ഇൻഡസ്ട്രീസിലും അപ്പാരറ്റസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, മെഷീൻസൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ മെഷീൻസിന് അത്രയും ഹീറ്റ് എനർജി, അതിനുള്ളിൽ റിയാക്ഷൻ നടക്കുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ റിയാക്ഷൻ്റെ ഹീറ്റ് എനർജി ചേഞ്ച് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ നിന്നും എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കാൻ എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കെമിക്കൽ എഞ്ചിനീയർക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതനുസരിച്ചാണ് ഒരു ഇൻഡസ്ട്രിയിൽ മെഷീൻസൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് മെഷീൻസൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തെർമോ കെമിക്കൽ ഇക്വേഷനാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതൊരു തെർമോ കെമിക്കൽ ഇക്വേഷൻ, അതായത് ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ കൂടെ എന്തും കൂടെ തന്നിട്ടുണ്ട്? ഈ റിയാക്ഷന് നടക്കുന്ന ഹീറ്റ് എനർജി ചേഞ്ചും കൂടിയും തെർമൽ എനർജി ചേഞ്ചും കൂടിയും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇക്വേഷൻസിനെ തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. തെർമോ കെമിക്കൽ ഇക്വേഷനിൽ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടിയും കാണിച്ചിരിക്കും. സോ വാട്ട് ഈസ് എ തെർമോകെമിക്കൽ ഇക്വേഷൻ? A thermochemical equation is a balanced chemical equation together with the heat energy change. The physical state of reactants and products are also shown in the equation. ഇനി ഈ തെർമോകെമിക്കൽ ഇക്വേഷൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ആ ഇക്വേഷനെ നമുക്ക് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാം.
അങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ. അതേപോലെ തന്നെ തെർമോകെമിക്കൽ ഇക്വേഷൻസിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ ഒരു തെർമോകെമിക്കൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കൂ. സോ വാട്ട് വി ഗെറ്റ് 2C + 2O2 ഗിവ്സ് 2CO2. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ സമയത്ത് ഇതിൻ്റെ കൂടെയുള്ള ΔH0 വാല്യൂം കൂടിയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ΔH0 ആർ ദെൻ ഈക്വൽ ടു -393.5 × 2. സോ ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് വിത്ത് എ നമ്പർ. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനും പറ്റും. പിന്നെ 2 ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. അത് തെർമോകെമിക്കൽ ഇക്വേഷൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ തെർമോകെമിക്കൽ ഇക്വേഷനിൽ ഈ ലെഫ്റ്റ് സൈഡിൽ വല്ല നമ്പറും ഉണ്ടെങ്കിൽ 1C എന്നാണെങ്കിൽ അത് നമ്പർ ഓഫ് മോൾസിനെയാണ് കാണിക്കുന്നത്. അതിലുള്ള നമ്പർ ഓഫ് മോൾസിന് ഇവിടെ 2O2 എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2 മോൾസ് ഓഫ് ഓക്സിജൻ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ തെർമോകെമിക്കൽ ഇക്വേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൽ ഈ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും കുറേ സ്റ്റെപ്പിൽ നടന്നു കഴിഞ്ഞാലും, അതേ റിയാക്ഷൻ തന്നെ പല പല സ്റ്റെപ്പിലായിട്ട് നടന്നു കഴിഞ്ഞാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിന് യാതൊരു മാറ്റവും വരില്ല. ഇത് ആദ്യം കണ്ടുപിടിച്ചത് ഹെസ് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് നമുക്കതിനെ ഹെസ്സസ് ലോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. എന്താണ് ഹെസ്സസ് ലോ പറയുന്നത്? ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് whether it takes place in a single step or in several steps. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഒരൊറ്റ സ്റ്റെപ്പിൽ. അപ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ചാണിത്. ഇതേ റിയാക്ഷൻ ഈ 2 സ്റ്റെപ്പിൽ കൂടി നടക്കുന്നു. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബൺ പാർഷ്യലായിട്ട് ബേൺ ചെയ്ത് കാർബൺ മോണോക്സൈഡായിട്ട് മാറുന്നു. അപ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ കൂടെ കുറച്ച് കാർബൺ മോണോക്സൈഡും കൂടി കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് മാത്രം ഫോം ചെയ്യുന്നതിൻ്റെ ΔH0 ആർ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവുന്നു? ഈ ഫോം ചെയ്തിട്ടുള്ള കാർബൺ മോണോക്സൈഡ് എഗെയിൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. അപ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമ്മൾ എന്താ പറഞ്ഞത് ഹെസ്സസ് ലോ വെച്ചിട്ട്? ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നടന്നാലും 2 സ്റ്റെപ്പിൽ കൂടി നടന്നു കഴിഞ്ഞാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഇതാണ്, 2 സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് അറിയില്ല എത്രയാണെന്നുള്ളത്. ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നടക്കുമ്പോഴും വരുന്ന ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ത് തന്നെയായിരിക്കും? -393.5 ആയിരിക്കും. അതായത് എക്സ് പ്ലസ് -283 kJ = -393.5 ആയിരിക്കില്ലേ? അത് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാൻ ഒന്നും കൂടി നോക്കാം. ഈ 2 ഇക്വേഷൻസും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? C + CO + ½ O2 + ½ O2 O2 gives CO + CO2. ഇപ്പോൾ എന്ത് വരുന്നു? ഈ സൈഡിൽ സിയും ഈ സൈഡിൽ സിയും ക്യാൻസൽ ചെയ്തു. 2 സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്തേക്കാണ്. ദാറ്റ് ഈസ് C + O2 gives CO2. ഇനി എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഏതെങ്കിലും നമ്പർ കൊണ്ട്, അല്ലെങ്കിൽ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്തും കൂടി ശ്രദ്ധിക്കണം. ഇത് ഈ 2 ഇക്വേഷൻസും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ΔH വാല്യൂസും കൂടിയും ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ΔHRും കൂടിയും ആഡ് ചെയ്താലേ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ΔH0R = x + -283.0 kJ/mol. This is C + O2 giving CO2, whose ΔH0 value
ഈക്വൽ ടു എക്സ് പ്ലസ് മൈനസ് 283. ഈ ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും കൂടി നോക്കി നോക്കൂ, ഇതും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂവും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് മൈനസ് 283 ഈക്വൽ ടു മൈനസ് 393.5. Therefore, x is equal to minus 393.5. ഈ മൈനസ് 283 ആയ സൈഡ് പോകുമ്പോൾ പ്ലസ് 283 ആവുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 283 ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ദിസ് 0.5 മൈനസ് 110.5 കിലോ ജൂൾസ് പെർ മോൾ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കൂടെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഒരൊറ്റ സ്റ്റെപ്പിൻ്റെ മാത്രം എൻതാൽപ്പി ചേഞ്ച് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ നമുക്ക് ഈ ഹെസ്സസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഈ സ്റ്റെപ്പിലെ എൻതാൽപ്പി ചേഞ്ച് കാണാനായിട്ട് പറ്റി. അപ്പോൾ എന്താണ് ഹെസ്സസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പിലെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഹെസ്സസ് ലോ അപ്ലൈ ചെയ്ത്, ദാറ്റ് ഈസ് റിയാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്ന് ചെയ്ത് നമുക്ക് ആ സ്റ്റെപ്പിലെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹെസ്സസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഹെസ്സസ് ലോന് ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആ റിയാക്ഷൻസ് വളരെ സ്ലോ ആവും. ഫോർ എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയേണൊക്കെ, അത് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ തന്നെ എടുക്കുന്ന ഒരു കാര്യമാണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കാണാനായിട്ട് ഡയറക്റ്റ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കുറേ റിയാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് കാണാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് സർട്ടൺ റിയാക്ഷൻസ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് വെരി സ്ലോലി. അതുപോലെ ചില റിയാക്ഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും, അപ്പോഴും നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള റിയാക്ഷൻ തീർന്നു പോയിട്ടുണ്ടാവും. ആ കേസിൽ നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് വെരി സ്ലോ റിയാക്ഷൻ, വെരി ഫാസ്റ്റ് റിയാക്ഷൻസ്. അതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ചില റിയാക്ഷൻസ് ആക്ച്വലി അത് ഒക്കറിയേയില്ല, അങ്ങനെയുള്ള ചില റിയാക്ഷൻസ് നടക്കുന്നില്ല. ആ നടക്കാത്ത റിയാക്ഷൻ്റെ പോലും എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട് ഹെസ്സസ് ലോൻ്റെ, അത് വെച്ചിട്ട് നമുക്കത് കാണാം. ഒരു എക്സാമ്പിളായിട്ട് പറയാം. കാർബൺ, സോളിഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഫോമിങ് ബെൻസീൻ എന്ന് വിചാരിക്കൂ. C6H6 എന്നുള്ള ലിക്വിഡ് ബെൻസീൻ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 6 കാർബൺ 3 ഹൈഡ്രജൻ. So 6 carbon reacts with the 3 moles of hydrogen forming 1 mole of benzene. The enthalpy of formation of benzene is given by this reaction. പക്ഷേ ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, അതായത് 1 മോൾ ബെൻസീൻ ഓൺ എലമെൻസിൽ നിന്നും ഫോം ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ റിയാക്ഷൻ സാധാരണ കണ്ടീഷനിൽ നടക്കില്ല. അപ്പോൾ ചില റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ലാബറട്ടറി ക്യാൻ ബി ഡിറ്റർമിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെസ്സസ് ലോ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് വെരി സ്ലോ റിയാക്ഷൻ, വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആൻഡ് സർട്ടൺ റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് അറ്റ് ഓൾ ടേക്കിംഗ് പ്ലേസ്. അങ്ങനെയുള്ള റിയാക്ഷൻസിൻ്റെയൊക്കെ എൻതാൽപ്പി ചേഞ്ച് കാണാൻ പറ്റും. എന്തുപയോഗിച്ച്? ഹെസ്സസ് ലോ ഉപയോഗിച്ച്. അപ്പോൾ എന്താണ് ഹെസ്സസ് ലോ? ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതിന് ഒരു റിയാക്ഷൻ എ ഗിവിങ് ബി എന്നുള്ളൊരു റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സി റിയാക്ഷൻ എ ആണ് റിയാക്റ്റൻ്റ്, അത് പ്രൊഡക്റ്റ് ബി ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ്. ഡെൽറ്റ H0 R ആണ് ഈ റിയാക്ഷനിൽ വരുന്ന എൻതാൽപ്പി ചേഞ്ച്. ആൻഡ് ദ സെയിം റിയാക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് A ഈസ് ചേഞ്ചിങ് ഇൻ ടു C. C then changes to D. And finally D changes to B. Suppose the heat energy change taking place
when A changes into C is delta H01, and here the heat energy change taking place is delta H02 and this is delta H03. ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യാം. ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോൾ വരുന്ന ഹീറ്റ് എനർജി ചേഞ്ച് തന്നെയായിരിക്കും ഡെൽറ്റ H0 തന്നെയായിരിക്കും എന്ത്, അത് 2 or 3 സ്റ്റെപ്പ് കൂടെ നടക്കുമ്പോഴും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന ഹീറ്റ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H01 ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡെൽറ്റ H02 ആണ്. തേർഡ് സ്റ്റെപ്പിൽ ഡെൽറ്റ H03. സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി അത് എന്തായിട്ട് മാറുന്നുണ്ട്, ഇത് പ്രൊഡക്റ്റ് ബി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ 3 ഹീറ്റ് എനർജി ചേഞ്ചസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദിസ് സിംഗിൾ സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിൻഡ്. സോ ഡെൽറ്റ H0 ആർ ഈക്വൽ ടു ദിസ് ഡെൽറ്റ H01, ഡെൽറ്റ H02, ഡെൽറ്റ H03 അതിൻ്റെ സമ്മായിരിക്കും. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷനാണ് ഹെസ്സസ് ലോൻ്റെ. അപ്പോൾ ഹെസ്സസ് ലോ എന്താണെന്നോ അതിൻ്റെ ആപ്ലിക്കേഷനും ഇല്ലസ്ട്രേഷനും ക്ലിയർ ആയല്ലോ.